ഉഴങ്ങും കാറ്റല്ല ധ്വനിയും പരിച്ചിൽ 10,000 ദൂതന്മാരും ഉഴങ്ങും കാറ്റല്ല ധ്വനിയും പരിച്ചിൽ 10,000 ദൂതന്മാരും 1000 വിശുദ്ധന്മാരും 1000 വണിട 1000 വിശുദ്ധന്മാരും 1000 വണിട വരുന്നു പരമേശൻ ഈ പാരി ഭരണം പരമേശ വരുന്നു പരമേശൻ ഈ പാരി ഭരണം പരമേശ പരവിനായി തൻ വചനം പോറ്റി ഒരുങ്ങിടുന്നുണ്ടോ വരവിനായി തൻ വചനം പോറ്റി ഒരുങ്ങിടുന്നുണ്ടോ വരുന്നു പരമേശൻ ഈ പാരി ഭരണം പരമേശ വരുന്നു പരമേശൻ ഈ പാരി ഭരണം പരമേശ. കർത്താവിന്റെ ധന്യപരമായ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. മനോഹരമായ ഹോളിന്റെ തണലിൽ വന്നുകൂടിയിരിക്കുന്ന വത്സല്യ സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിലായിരിക്കുന്ന വിലയേറിയ ദൈവാഭക്തന്മാർ, ഈ മീറ്റിംഗ് പ്രഥമമായി കണ്ടക്ട് ചെയ്ത ബഹുമാന്യ ദേവദാസ്, അതുപോലെ ഈ സഭയിൽ ദീർഘവർഷങ്ങളായി കർത്താവ് ശക്തിയോടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൽ പ്രശസ്തനായ സെന്റ് ജോസഫ് അവറുകൾ, അതുപോലെ അടൂർ ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾ വളരെ സ്നേഹിക്കുന്ന കർത്താവിന്റെ വിശുദ്ധൻ പ്രിയ റോയ് പാസ്റ്റർ, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിലെ സ്നേഹവും വന്ദനങ്ങൾ അറിയിക്കുന്നു. ബഹുമാന്യ ദൈവാഭിഷിക്തൻ പറഞ്ഞതുപോലെ പേര് സ്ഥാപു ഉമ്മനാണ് പ്രദേശം കർണാകപ്പള്ളി തഴവായി എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ ചെറിയ പ്രായത്തിൽ ദൈവശബ്ദം കേട്ട് എന്റെ കർത്താവിനെ ഒരു മൊത്തം പാരമ്പര്യ അനുഭവത്തിൽ നിന്ന് ദൈവത്തിന്റെ കൃപയെ അറിയുവാനായിട്ട് ദൈവനെ വിളിച്ച് വാർദ്ധരിച്ചു. ദൈവവചന പ്രകാരം രക്ഷിക്കപ്പെട്ട കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിന്റെ കൃപകളാൽ ദൈവത്തിന് എന്നെ നിറച്ചെടുക്കുവാൻ പ്രസാദം തോന്നിയത് കൊണ്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയായി. ചെറിയ പ്രായത്തിൽ ദൈവത്തിന്റെ കൃപയിലേക്ക് വരുവാനായിട്ട് കർത്താവ് തന്ന മഹാഭാഗ്യം എന്ന പോലെ ഞാൻ ഓർക്കുന്നുണ്ട്. പല പ്രതികൂല സാഹചര്യങ്ങളിലും നിന്നയുടെ മേഖലകളിലൂടെ ഒക്കെ യാത്ര ചെയ്തപ്പോൾ കർത്താവ് വാക്ക് മാറാതെ കൂടെ ഇരുന്ന് ഇന്നയോളം നടത്തിയ കൃപകളെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജോലിയുള്ള ബന്ധത്തിലൊക്കെ വിവിധ സാഹചര്യങ്ങളിലായിരുന്നിട്ടുണ്ട്. ബഹറിൽ എന്ന് പറയുന്ന ഇല്ലെങ്കിൽ ചില വർഷങ്ങളുണ്ടായി 96 സ്ഥാനം നാട്ടിലേക്ക് വന്നു പൂർണ്ണസമയ ശുശ്രൂഷ പ്രവർത്തനങ്ങളുള്ള ബന്ധത്തിൽ വചനം പഠിക്കുവാനും ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് മുൻപോട്ട് പോകുവാനും ഒക്കെ കർത്താവ് ഇടയാക്കി ദൈവം നടത്തിയ എല്ലാ വഴികളെയും ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടൂർ ഡിസ്ട്രിക്റ്റിലെ ശുശ്രൂഷകനായിട്ട് കഴിഞ്ഞ നാളുകളില് അതേ ദൈവത്തിന്റെ മൊത്തമറിയ ശുശ്രൂഷയിലായിരിക്കാൻ കർത്താവിനെ സഹായിച്ചുകൊണ്ടിരിക്കും. സഭയിൽ തന്നെ വ്യക്തിപരമായി അറിയാവുന്ന ചിലരെങ്കിലും ഉണ്ട്. ഞാൻ പന്തോപ്പാറ്റീസിൽ ചില നാളുകൾ ശുശ്രൂഷിക്കുമ്പോൾ അവിടെയുള്ള അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിലെ വത്സല്യ തിച്ചു രംഗമാണ് ദൈവത്തിന് സ്തോത്രം. അതുപോലെ ജ്യേഷ്ഠൻ എന്ന് പറയുന്ന വത്സല്യ സഹോദരനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നെ ആത്മസമായി സ്നേഹിക്കുന്ന ഒരഭിഷിക്ത കുടുംബ കോട്ടയത്തുള്ള ജോൺ ഫിലിപ്പറുകൾ, ബഹുമാന്യ ദേവദാസന്റെ വത്സല്യ മകൾ കർണ സിസ്റ്റർ പ്രിയ ജയസിംഗ് കുടുംബത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ നന്ദിയോടെ ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ശേഷാൽ കർത്താവിൽ അതേ അനുഗ്രഹീതനായ
ഞങ്ങളെ പോലെയുള്ള ശുശ്രൂഷഗണങ്ങൾക്ക് അത് വളരെ ആശ്വാസമാണ്. കഴിഞ്ഞ നാളുകൾ അത് അനുഭവങ്ങളിൽ ഞങ്ങളെ സ്നേഹിക്കുന്നത്, ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നതൊക്കെ അറിയുവാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകമായ നന്ദി തന്റെ വിലപ്പെട്ട ദാസനോടും വിലപ്പെട്ട സഭയോടും ഇന്ന് പകൽക്കാലം അറിയിച്ചോളുന്നു. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് പകലിൽ നമുക്ക് ദൈവത്തിന്റെ സ്ഥിരതയിലായിരിക്കണം. കർത്താവിനെ നമ്മോട് സംസാരിക്കുവാനായിട്ട് എല്ലാവരും ഹൃദയങ്ങൾ ദൈവസ്ഥിരതയിൽ പകർന്നുകൊണ്ട് ദൈവശബ്ദത്തിനായിട്ട് ഒരുങ്ങണമെന്ന് പ്രാരംഭ നിമിഷങ്ങൾ ഓർപ്പിക്കുകയാണ്. വലിയ ദൈവത്തിന്റെ ആലോചനകൾ നാം കേട്ടുകൊണ്ടിരുന്നു. മനോഹരമായ ആത്മീയ ഗാനങ്ങൾ പാടി നമ്മുടെ കർത്താവിനെ നമ്മൾ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. മനോഹരമായ സ്വയംനെ ഓർത്ത് ഞാൻ വളരെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. തുടർന്നും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാനായി വളരെ ശ്രദ്ധയോടും വളരെ പ്രാർത്ഥനയോടും നമുക്ക് ദൈവത്തിന്റെ പദവൃത്തികളായിരിക്കും പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു തന്ന ഒരു വചനഭാഗം ശബ്ദമുയർത്തി നമുക്ക് വായിക്കാം. ധന്യനായ പൗലോസ് ലേഖ കൊരിന്ത്യർക്ക് 2-ാമത് ലേഖനം 11-ാമത്തെ അധ്യായം 3-ാമത്തെ വചനഭാഗം 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനഭാഗം നമുക്ക് നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് മക്കളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. ഇന്ന് പകൽക്കാലം തിരുവചനത്തിന് മുൻപിൽ ഞങ്ങൾ സമയം ഈ ഹോളിന്റെ കിണറിൽ കൂടിയിരിക്കുമ്പോൾ അവിടുത്തെ ആത്മാവ് തന്നെ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കണമേ. ഞങ്ങളുടെ ഉള്ള ദൈവവചനത്തിന്റെ ശക്തി കൊണ്ട് നിറയുവാനും ആത്മശക്തിയുടെ വ്യാപാരം ഞങ്ങൾക്ക് അനുഭവിക്കാനും ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങളെ ഒരുക്കുമാറാകണമേ. വചനത്തിന്റെ വാതിലുകളെ ഇന്ന് പകൽക്കാലം തുറന്നു തന്ന് വളരെ ശ്രദ്ധയോടെ ദൈവസന്നിധിയിൽ ഇരുത്തി കലിരുന്ന അവിടുത്തെ കൃപകൾ അനുഭവിക്കാൻ ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങളെ ഒരുക്കുമാറാകണമെന്ന് ദൈവസന്നിധിയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആമേൻ. വചന ശുശ്രൂഷകളുടെ മേലുള്ള എല്ലാ തടസ്സങ്ങളെയും ഇന്ന് പകലിൽ സ്വർഗ്ഗത്തിലെയോ മാറ്റണമേ. ശാന്തമായ ശരിയമായ വചനത്തിന്റെ കൃപയുടെ വിടുതലുകളെന്ന് പകലിൽ ഞങ്ങളുടെ അകത്ത മനുഷ്യനതിനെ കാണുവാൻ അനുഭവിക്കുവാൻ സ്വർഗത്തിലധികം കരുണ ചെയ്യുമാറാകണമെന്ന് ദൈവസന്നിധിയോട് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ശുശ്രൂഷകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുടെ വ്യാപാരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സകല നാമത്തിന് മേലായിരിക്കുന്ന കർത്താവിന്റെ നാമത്തെ ഞങ്ങളുടെ നടുവിൽ ഉയർത്തണമേ. ഋഷിക മുഖാന്തരം അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണം. സ്വർഗ്ഗപിതാവേ, ആമേൻ. ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന ശില്പകളിൽ പ്രമുഖനായ യേശുക്രിസ്തുവിന്റെ കൃപ കൊണ്ട് ധന്യനായ പൗലോസിന്റെ ചിന്തകളാണ് നാം ഇവിടെ വായിച്ച് കേൾക്കപ്പെടുവാനായിട്ട് ഇടയായിട്ട്. വളരെ പ്രസിദ്ധമായ പെരുന്ത നഗരത്തിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനായിട്ട് പൗലോസിന്റെ 2-ാമത്തെ മിഷണറി യാത്രയിൽ ദൈവത്തിന്റെ കൃത്യനെ അവിടെ ഉപയോഗിച്ച വിധങ്ങൾ പ്രവൃത്തികളുടെ 18-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അത് ഡെമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് സാക്ഷാൽ ക്രിസ്തു ദർശനം എന്താണെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ ഇറങ്ങിത്തിരിച്ച പൗലോസ് മറ്റു ചില ശിഷ്യ ഗണങ്ങൾ ഉപയോഗിക്കപ്പെട്ട പല മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായ നിലകളിലും സ്ഥലങ്ങളിലും കർത്താവിന്റെ നാമത്തെ വീറോടെ ശക്തിയോടെ ഉയർത്തുവാൻ യവശിക്ത ദൈവദാസനെ ദൈവം ഉപയോഗിച്ചതുകൊണ്ട് ഞാൻ എന്റെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പൗലോസ് പ്രാപിച്ച ദർശനമനുസരിച്ച് പ്രസിദ്ധപരമായ 3 മിഷണറി യാത്രകൾ ചെയ്തപ്പോൾ 2-ാമത്തെ മിഷണറി യാത്രയിൽ കൊരിന്ത് എന്ന് പറയുന്ന പട്ടണത്തിൽ ചെന്ന് ഏകദേശം 18 മാസങ്ങളോളം കർത്താവിന്റെ നാമത്തിന് വേണ്ടി ശക്തിയോടെ പ്രവർത്തിപ്പാൻ തന്റെ ദാസനെ ദൈവം ഉപയോഗിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ആദ്യം എഴുതിയ ലേഖനത്തിൽ വ്യത്യസ്തമായ 2-ാമത്തെ ലേഖനം എഴുതുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം തന്റെ അപ്പോസ്തലത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന നിലകളിൽ ഉപദേശകന്മാർ നുഴഞ്ഞു കയറി ദൈവസഭയിൽ ദുരുപദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ പശ്ചാത്തലങ്ങളിലുമൊക്കെ വളരെ ശ്രദ്ധയോടെ, വളരെ ഏകാഗ്രതയോടെ, വളരെ നിർമ്മലതയോടെ ദൈവസഭ മുൻപോട്ട് പോകേണ്ടുന്ന ആവശ്യകതയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഇവിടെ ഉണർത്തുന്ന ഈ വചനത്തിന്റെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഇക്കാലങ്ങളിൽ ദൈവജനം വളരെ ശ്രദ്ധയോടെ, വളരെ കരുതലോടെ മുൻപോട്ട് പോകേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സ്വന്തം ഇവിടെ ധന്യനായ പൗലോസ് ലേഖ ഈ ലേഖനത്തിൽ ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിക്കുന്ന ഈ വചനഭാഗത്തിൽ അത് വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചു. ദൈവത്തിന്റെ സ്വന്തം അതോട് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഭയപ്പെടുന്നു.
വളരെ കരുതലോടെ, വളരെ ഗൗരവത്തോടെ, ആമേൻ, ആത്മനിറവോടെ പൗലോസ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു ചിന്തയാണത്. സർപ്പം ഹവ്വയെ ഉപാചത്താൽ ചതിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഏദൻ പ്രദേശയിൽ പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട ആദിമ മനുഷ്യനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ഏദനിൽ മാത്രമല്ലല്ലോ, മനുഷ്യൻ പാപത്തിൽ വീണതിന് ശേഷവും, ആമേൻ, തിരുവചനത്തിരിയാതെയോളം നാം പഠിക്കുമ്പോൾ കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിച്ചു കളയുവാൻ സ്വതം വ്യാപരിച്ച് പോരാടുന്നതായ ഒരു ദൈവ പൈതലിന്റെ മുൻപിൽ വെളിപ്പെട്ട് ഒളിഞ്ഞും തെളിഞ്ഞു നിൽക്കുന്ന നിരവധി വിഷയങ്ങൾ തിരുവചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ഭക്തനായ ഇയ്യോബിന്റെ ജീവിതത്തെ തകർത്ത് കളയുന്നതിന് വേണ്ടി പിശാച് സാത്താൻ ദൈവസന്നിധിയിൽ ചെന്ന ചിത്രം ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്ന് അവിടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ ഭൂമിയിലൊക്കെയും മൂടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. ദൈവം ചോദിക്കുന്നു, എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. അതിന് സാത്താൻ, വെറുതെയോ അവൻ ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിന് ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? ഭൂമിയിലൊക്കെയും മൂടാണ്ടി സഞ്ചരിച്ചിട്ട് ഈ സാത്താൻ എല്ലാവരെയും കുറിച്ചുള്ള ഒരു വിവരമല്ല പറയുന്നത്. ദൈവഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഭക്തനായ യോബിനെ നോക്കിക്കൊണ്ട് പറയുന്ന വാക്കുകളാണ്. നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിന് ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? പിശാച് ചെന്ന് അരിച്ചു വെറുക്കി സകല ഇടങ്ങളും നോക്കി, വളരെ ശ്രദ്ധിച്ചു നോക്കി, എങ്ങനെയെങ്കിലും ഈ ഇയ്യോബിന്റെ അകത്തൊന്ന് കയറാൻ നടക്കുന്നില്ല. ഇയ്യോബിന്റെ അകത്ത് കയറാൻ ഒക്കുന്നില്ല. ഇയ്യോബിനകത്ത് മാത്രമല്ല, തന്റെ വീട്ടിനകത്തേക്ക് പ്രവേശിക്കുവാൻ സാത്താന് കഴിഞ്ഞില്ല. മാത്രമല്ല, ഇയ്യോബിനെ ചുറ്റിപ്പറ്റിയുള്ള എന്തെല്ലാം വിഷയങ്ങൾ കിടക്കുന്നു, ഏതെല്ലാം മേഖലകൾ കിടക്കുന്നു. ആ മനുഷ്യനെ ചുറ്റിപ്പറ്റി എന്തെല്ലാം വിഷയങ്ങളുണ്ട്. പിശാച് അരിച്ചു വെറുക്കി നോക്കിയിട്ട് എങ്ങും കയറുവാൻ സാധിക്കാതെ ദൈവസന്നിധിയിൽ ചെന്നിരിക്കുകയാണ്. സ്വപ്നം ഇന്ന് പകൽക്കാലം ദൈവവചന ചിന്തകൾ ശാന്തമായി നാം മനസ്സിലാക്കണം. ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഇന്ന് പകൽക്കാലം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയണം. വളരെ ഏകാഗ്രതയോടും വളരെ നിർമ്മലതയോടും ദൈവസേവ ചെയ്ത് മുൻപോട്ട് പോകേണ്ടുന്ന കാലഘട്ടത്തിലാണ് ദൈവവചന ഇന്ന് പകൽക്കാലം നാം ജീവിക്കുന്നതെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്വപ്നം വെറുതെ അവൻ ഭക്തനായിരിക്കുന്നത്. നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിന് ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? സ്വപ്നം അതെ, മഹാപ്രവചനായ യോശുവയെ കുറിച്ച് പിശാച് എന്ന് പറയുന്ന അപവാദം സിക്രിയ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള 3-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗങ്ങളിൽ അന്ന് ആ ദൈവഭൃത്തിനെ നോക്കിക്കൊണ്ട് പിശാച് അംഹിഞ്ഞ വസ്ത്രത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും ദൈവത്തിന്റെ സൂക്ഷിപ്പുകൾ തന്റെ ഭക്തന്റെ മേൽ ദൈവം വരുത്തുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ സ്വപ്നം ദാവീദ് എന്ന് പറയുന്ന ഭക്ത കവിയെ കുറിച്ച് അതേ പ്രാരംഭ നിമിഷങ്ങളിൽ ബഹുമാനിയ ദൈവദാസനിൽ കൂടെ ചില ചിന്തകൾ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ. അതേ പരാജയപ്പെട്ടു പോയ ആ സ്ഥാനത്ത് ദൈവത്തിന്റെ അതേ പ്രവാചകനെ ദാവീദിന്റെ അടുക്കിലേക്ക് ദൈവം അയച്ചു. ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയം പകരുവാൻ തന്റെ ദാസന് കഴിഞ്ഞു. അതുകൊണ്ട് ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവൻ എന്നുള്ള നിലയിൽ ദൈവം സ്നേഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതെ, ഒരിക്കൽ അതേ ദാവീദിന്റെ ജീവിതത്തിൽ അതെ ഇസ്രായേൽ ജനത്തെ എണ്ണുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രേരണ ആ മനുഷ്യന് ഉണ്ടായി. ദൈവത്തിന്റെ സ്വപ്നം ഹല്ലേലൂയ. യോവാബ് എന്ന് പറയുന്ന ആ ഉന്നതനായ മനുഷ്യൻ പറഞ്ഞു, ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ദാവീദ് പറഞ്ഞതുപോലെ തന്നെ കൽപ്പിച്ചതുപോലെ തന്നെ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുവാൻ ഇടയായി തീർന്നു. ഇത് വൃത്താന്തങ്ങളുടെ 1-ാമത്തെ പുസ്തകത്തിലുണ്ട്. 21-ാം അധ്യായത്തിന്റെ 1 മുതൽ വചന സുഖങ്ങളിൽ ആ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷം ഒരിക്കൽ നാഥാനെ അയച്ചതുപോലെ ഗാദ് എന്ന് പറയുന്ന ദർശകനെ
ദാവീദിന്റെ അടുക്കിലേക്ക് ദൈവം അയക്കുവാനിടയായി തീർന്നു. ഗാദ് ദർശകൻ അവൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ദൂതുകൾ ഇപ്രകാരം പറഞ്ഞു, ഇത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 3 സംവത്സരത്തെ വാള്, അത് മഹാക്ഷാമം, അതല്ലെങ്കിൽ 3 മാസത്തെ ശത്രുവിന്റെ വാള് ജനത്തെ പിന്തുടരണമോ? ദൈവത്തിന് ശോഭം. അല്ലെങ്കിൽ വാളെന്ന മഹാമാരി കൊണ്ട് ഒരുപാട് പേരെ പട്ട് പോകത്തക്ക നിലകളിൽ അതേ നിലകളിൽ ഏൽപ്പിച്ചു കൊടുക്കണമോ എന്ന് ആ പ്രവാചകൻ ആത്മനിറവോടെ ചോദിക്കുമ്പോൾ ദാവീദ് പറഞ്ഞു, ഇനി ദൈവത്തിന്റെ കരങ്ങളിൽ വീഴുന്നതാണ് നല്ലത്. ദൈവത്തിന് സ്വന്തം ദൈവം തന്നെ ആ വിഷയം ഏറ്റെടുത്തു. നിരവധി പേർ പരാജയപ്പെട്ട് പോകുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന് സ്വന്തം, ദൈവത്തിന് സ്വന്തം. സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ ദൈവവൈതലേ ഏകാഗ്രതയോടെ നിർമ്മലതയോടെ നാം നമ്മുടെ കർത്താവിനെ സേവിച്ചു നിൽക്കണമെന്ന് നമ്മുടെ കർത്താവ് നമ്മെ കുറിച്ച് ആവശ്യപ്പെടുകയാണ്. ദൈവത്തിന് സ്വന്തം. കാരണം പരാജയപ്പെട്ടൊരു ലോകമാണിത്. നിരവധി പേർ വീണുപോയൊരു ലോകമാണ്. ശക്തിയോടെ നിന്ന് പലരും തകർന്നു പോയൊരു മണ്ഡലമാണ്. അതുകൊണ്ട് വിശ്വസ്തയോടെ മുൻപോട്ട് പോകുവാൻ ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്വന്തം ലേഖനം കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ 10-ാമത്തെ അധ്യായത്തിലുണ്ട് 1 മുതലുള്ള വചന ഭാഗങ്ങൾ അവിടെ പറയുന്ന ചില പരാമർശങ്ങൾ ആത്മനിറവോടെ ഇന്ന് പകൽക്കാലം ദൈവവിധയെ നമുക്ക് ചിന്തിക്കുവാൻ കഴിയട്ടെ. ദൈവത്തിന്റെ സ്വന്തം സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. അവർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനം വെച്ച് മോശയോട് ചേർന്നു. ദൈവത്തിന്റെ സ്വന്തം. അവരെല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്നു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു. ദൈവത്തിന്റെ സ്വന്തം. ദൈവത്തിന്റെ വലിയ സൂക്ഷിപ്പുകൾ അനുഭവിച്ചു വന്ന ദൈവജനത്തെ കുറിച്ച്, പഴയ നിയമ ഇസ്രായേൽ മക്കളെ കുറിച്ച് പൗലോസ് അവർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിന് സ്വന്തം, ദൈവത്തിന് സ്വന്തം. അവര് സമുദ്രത്തോടെ കടന്നു, മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. എല്ലാവരും ഒന്നിച്ച് നിന്നവരാണ്, ഒരുമിച്ച് വന്നവരാണ്. ദൈവത്തിന് സ്വന്തം. ഒരു ആത്മീയാഹാരം കഴിച്ചവരാണ്, ഒരു ആത്മീയ പാനീയം കുടിച്ചവരാണ്. അനുഭവങ്ങൾ ഒരുപാട് ഇവർക്ക് പറയുവാനുണ്ട്. രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടതാണ്, സത്യങ്ങൾ പറയുന്നവരാണ്, ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കുന്നവരാണ്. അങ്ങനെ ഒരുപാട് തിയോളജിമാര് ഞങ്ങളുടെ നടുവിലുണ്ട്. ഞങ്ങൾക്ക് തന്നെ അറിവുള്ളവരാണ്. ദൈവത്തിന്റെ സ്വപ്നം ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളിൽ കൂടെ വന്നവരെ കുറിച്ച് പൗലോസ് വെളിപ്പെടുത്തുന്നത് 5-ാമത്തെ വചനത്തിലുണ്ടെങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ദൈവത്തിന്റെ സ്വന്തം, ദൈവത്തിന്റെ സ്വന്തം. അങ്ങനെ വിടുതലുകൾ അനുഭവിച്ചവരാണ്. ദൈവകൃപയുടെ വഴികളെ കുറിച്ച് അറിഞ്ഞവരാണ്. ദൈവശബ്ദം രുചിച്ചവരാണ്. ദൈവകൃപയുടെ സാന്നിധ്യം എന്താണെന്ന് ജീവിതത്തിൽ വളരെ വ്യക്തമായി കണ്ടവരാണ്, അനുഭവിച്ചറിഞ്ഞവരാണ്. ദൈവത്തിന്റെ സ്വന്തം വചനം പറയുന്നു, പൗലോസ് അത് വെളിപ്പെടുത്തുന്നു, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ദൈവത്തിന്റെ സ്വന്തം, ദൈവത്തിന്റെ സ്വന്തം, ദൈവത്തിന്റെ സ്വന്തം, ദൈവത്തിന്റെ സ്വന്തം, ദൈവത്തിന്റെ സ്വന്തം. എന്ന പകൽക്കാലം യുവവാസത്തോടും പ്രാർത്ഥനയോടും ദൈവത്തിന്റെ ഭവനത്തിൽ വന്നുകൂടിയിരിക്കുന്ന ദൈവ പൈതലെ, ദൈവത്തിന്റെ ആത്മാവിന്റെ പകൽക്കാലം നമ്മെ വിളിച്ചിറക്കിയതിനൊരു ഉദ്ദേശമുണ്ട്. നമ്മളോട് സംസാരിച്ചതിനൊരു ഉദ്ദേശമുണ്ട്. നിന്റെ മേലൊരു കൃപ പകർന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ വഴികൾ നിന്നെ കാണിച്ചതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ശ്രദ്ധയോടെ നീ മുൻപോട്ട് പോകണമെന്ന് ഇന്ന് പല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു. സ്വതന്ത്രം, സ്വതന്ത്രം. അവർ ദുർമോഹികളായതുപോലെ നമുക്ക് ദുർമോഹികളാകുവാൻ പാടില്ല. അവർ വിഗ്രഹാരാധികളായി, അതുപോലെ നമുക്കാകുവാൻ പാടില്ല. അവർ പരസംഗം ചെയ്തവരായി പരാജയപ്പെട്ടു, അതുപോലെ നമുക്കാകുവാൻ പാടില്ല. അവർ ദൈവത്തെ പരീക്ഷിക്കുന്നവരായി തീർന്നു, അതുപോലെ നമുക്ക് ആകുവാൻ പാടില്ല. അവിടെ പലരും പിറുപിറുത്ത് പരാജയപ്പെടുവാനിടയായി തീർന്നു, അതുപോലെ നമുക്കാകുവാൻ പറ്റത്തില്ല. Praise the Lord. Hallelujah.
ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം വചനത്തിനകത്ത ചില വിടുതലുകൾക്ക്, വചനത്തിനകത്തുള്ള ചില ശുദ്ധീകരണത്തിന് ദൈവവൈതലെ നമ്മെ സമർപ്പിച്ചാൽ ദൈവത്തിന്റെ കൃപയുടെ വിടുതലുകൾ ആമേൻ നിനക്ക് അനുഭവിക്കുവാൻ കഴിയുന്നതാണ്. ആമേൻ നിനക്ക് ഏകാഗ്രതയോടെ, ആമേൻ ഹൃദയ നിർമ്മലതയോടെ, ആമേൻ നിന്റെ രക്ഷകനെ ഉയർത്തുവാൻ, നിന്റെ രക്ഷകനെ ആരാധിക്കുവാൻ, മരുഭൂപ്രയാണം കഴിക്കുവാൻ ഇന്ന് പകൽക്കാലം സ്വർഗ്ഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ സിനായിയുടെ കൊടുമുടിയിൽ ദൈവം തന്റെ ജനത്തിന് പ്രമാണം കൊടുക്കുമ്പോൾ താഴ്വരയിൽ ജനം അമ്പെ പരാജയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അമ്മേൻ അമ്പേഖലകളിലേക്ക് അമ്മേ വിരൽ ചൂണ്ടുന്ന ചില വചനഭാഗങ്ങൾ അമ്മേ ദൈവത്തിന് സ്തോത്രം. അതെ, പുറപ്പാട് പുസ്തകത്തിലുണ്ട് 19 അധ്യായങ്ങൾ. അമ്മേൻ അതിന്റെ ഒരു പശ്ചാത്തലമാണ്. 31-32 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അമ്മേൻ 32:9 അമ്മേൻ ഇങ്ങനെ പറയുന്നു. അമ്മേൻ ഈ ദൈവം ജനത്തെ നോക്കി അവർ ദുശ്ശാഠ്യമുള്ളവരെന്ന് കണ്ടു. ദുശ്ശാഠ്യമുള്ളവരെന്ന് കണ്ടു. അതെ, സിനായിയുടെ കൊടുമുടിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം, അമ്മേ ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ കൃപയുടെ സാന്നിധ്യം തിരിച്ചറിയുന്ന മോശ ദൈവത്തിന് സ്വന്തം, ദൈവത്തിന് സ്വന്തം. അമ്മ താഴ്വരയിലേക്ക് വരുമ്പോൾ അമ്മ ജനം പരാജയത്തിന്റെ വാക്കുകളുമായി, പരാജയപ്പെട്ട വിഷയങ്ങളുമായി, പരാജയപ്പെട്ട ഭാഷകളുമായി അമ്മേ അവർ നടക്കുന്ന, അവർ സംസാരിക്കുന്ന അമ്മേ ആ രംഗങ്ങളാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമ്മേ ആ ഭാഷ അമ്മേ അവിടെ മനസ്സിലാകാത്ത ഭാഷയാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനഭാഗം പലപ്പോഴും എന്നെ വളരെ ചിന്തിപ്പിച്ചു പോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അമ്മേ ആ ശബ്ദത്തെ അമ്മേ താഴ്വരയിൽ അമ്മേ ആ കാളക്കുട്ടയുടെ പുറകെ പിന്നാലെ ഓടി നടന്നുകൊണ്ടിരുന്ന ദൈവമാണെന്ന് പറഞ്ഞ് അമ്മേ രസിക്കുന്നവരെ നോക്കിക്കൊണ്ട് ദൈവദാസൻ പറയുന്നത് ഇത് ജയിച്ച് നിലവിളിക്കുന്നവരുടെ ആർക്കുന്നവരുടെ ശബ്ദമല്ല. ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം. ജയിച്ചാർക്കുന്നവരുടെ ശബ്ദമല്ല. അമ്മേ ജയിച്ചാർക്കുന്നവരുടെ ശബ്ദത്തെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നതാണ്. അമ്മേ ജയിച്ചാർക്കുന്നവരുടെ ശബ്ദമല്ല എങ്കിൽ പിന്നെ ഏത് ശബ്ദമാണ്? പരാജയപ്പെട്ടവരുടെ ശബ്ദമാണോ? അമ്മേ ദൈവദാസൻ പറയുകയാണ്, പരാജയപ്പെട്ട് ഉള്ള നിലവിളിയുടെ ശബ്ദമല്ല കേൾക്കുന്നത്. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. പിന്നെ അമ്മേ ചില ശബ്ദങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയാത്ത ശബ്ദങ്ങളുണ്ട്. അമ്മേ ചില പരാജയപ്പെട്ട അമ്മേ മേഖലകൾ മനസ്സിലാക്കുന്നതിന് വലിയ പ്രയാസമാണ്. ദൈവകൃപയിൽ നിന്ന് ദൈവവൈതരൻ നീ അന്യപ്പെട്ടു പോകുമ്പോൾ അമ്മേ നിന്റെ വിഷയം കണ്ടുപിടിക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. ദൈവകൃപയിൽ നിന്ന് നീ അന്യപ്പെടുത്തോറും അമ്മേ നിന്റെ ഭാഷ ഒരു പക്ഷേ നിന്നെ നടത്തുന്ന ഒരിടയന് പോലും ശരിക്കും മനസ്സിലാകാത്ത മേഖലകളുണ്ട്. ഇന്ന് പകൽക്കാലം അമ്മേ വചനത്തിന്റെ ശക്തിയിൽ ചില വിടുതലുകളെ സ്വർഗ്ഗത്തിലെ ദൈവം ചെയ്യട്ടെ. ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം. ഹല്ലേലൂയ. അമ്മേ ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു. ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം. അതുകൊണ്ട് പരാജയപ്പെട്ട എത്രയോ മേഖലകൾ പരിശുദ്ധാത്മാവോടെ തൊട്ട് ഉണർത്തുന്നുണ്ട്. ദൈവത്തിന് സ്വോത്രം. ചില നാളുകൾക്ക് മുൻപ് റാന്നി എന്ന് പറയുന്ന പ്രദേശത്തുകൂടെ ഞാൻ യാത്ര ചെയ്തു പോകുമ്പോൾ ദൈവത്തിന് സ്വോത്രം ഒരു വലിയ വളവിന് മുൻപ് അമ്മ സൈഡിൽ ഒരു ബോർഡ് അമ്മയിൽ വെച്ചിരിക്കുന്നതിന്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് വരുമാനത്തിലായി തീർന്നു. ആ ബോർഡ് അമ്മയുടെ ചുരുക്കത്തിൽ ഇങ്ങനെയായിരുന്നു, ഇത് അപകട സാധ്യത കൂടിയ മേഖലയാണ്, ശ്രദ്ധിച്ചു പോകുക. ആ ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ചെറിയ വാഹനം പെട്ടെന്ന് വേഗത കുറച്ച് ശാന്തമായി മുൻപോട്ട് പോകുമ്പോൾ ആ കൊടും വളവ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഒരു ബോർഡ് മുന്നറിയിപ്പ് തന്നത് ഒരു ദാരുണമായ അപകടത്തിൽ നിന്നുള്ള രക്ഷയായല്ലോ. ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം. ചിലർ ഈ മുന്നറിയിപ്പുകളൊന്നും ശ്രദ്ധിക്കാറേയില്ല. ദൈവത്തിന് സ്വോത്രം. വരുന്നു പോകുന്നു, എത്രയോ പ്രസംഗങ്ങൾ കേട്ടിരിക്കുന്നു. ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ വിശുദ്ധ തിരുവഴുത്തിൽ ദൈവത്തിന് സ്വോത്രം ജയിച്ചവരുടെ മാത്രം ഒരു ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമല്ലത്.
ദൈവത്തിന് സ്വതന്ത്രം, ദൈവത്തിന് സ്വതന്ത്രം. ഇതിനകത്ത് ജയിച്ചവരുടെ മാത്രം ചരിത്രമല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്, പരാജയപ്പെട്ടവരുടെയും നിരവധി ചരിത്രം ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്വതന്ത്രം, ദൈവത്തിന് സ്വതന്ത്രം. അതുകൊണ്ട് പരാജയപ്പെട്ടവരെ കണ്ടുകൊണ്ട് പോകാനല്ല, അത് നീ സൂക്ഷിച്ചൊഴിഞ്ഞു പോയിക്കൊള്ളണം. ദൈവത്തിന് സ്വതന്ത്രം, ദൈവത്തിന് സ്വതന്ത്രം, ദൈവത്തിന് സ്വതന്ത്രം. ദൈവ പൈതലേ, കർത്താവിന്റെ സഭയിൽ നിന്ന്, കർത്താവിന്റെ കൃപയിൽ നിന്ന് അവൻ നിന്നെ അന്യപ്പെടുത്തുന്ന വിഷയങ്ങൾ അമ്മേ മുന്നറിയിപ്പുകളായി ജീവിതത്തിൽ ലഭിക്കുമ്പോൾ അവൻ ഇന്ന് പകൽക്കാലം ചിലതിനെ സൂക്ഷിച്ചൊഴിയുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഓർക്കുന്ന പകൽക്കാലമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എന്ന പകൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദത്തിന് ദൈവവചനം നാം കാതോർക്കുമ്പോൾ അമ്മേ നിന്നെ ഏകാഗ്രതയിലേക്ക് സ്വർഗം മടക്കിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. നീ ഹൃദയ നിർമ്മലതയോടെ നിന്റെ രക്ഷകനെ ഉയർത്തുന്നതിന് എന്ന പകൽക്കാലം ആത്മാവിനെ ഒരുക്കിയെടുക്കുന്ന പകൽക്കാലമാണ്. ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തിന്റെ സ്വന്തം, ദൈവത്തിന്റെ സ്വന്തം. അമ്മേ സർപ്പഹവ്യേ വായത്താൽ ചതിച്ചു. ദൈവത്തിന്റെ സ്വന്തം. അതുകൊണ്ട് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് ദൈവവചനത്തെ നീ വഷളായി പോകുവാൻ ഇടയാകരുത്. ദൈവത്തിന്റെ സ്വന്തം, ദൈവത്തിന്റെ സ്വന്തം. അമ്മേ ശരീരത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചന ചിന്തകൾ ദൈവത്തിന്റെ സ്വന്തം. അതെ, പ്രഥമ അധ്യായമായിരിക്കുന്ന 6-ാമത്തെ അധ്യായത്തിൽ 10 മുതൽ വചന ഭാഗങ്ങളിൽ അമ്മേ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വചന ഭാഗങ്ങൾ ശബ്ദമുയർത്തിയത് വായിക്കുവാൻ കഴിയുമോ? എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതൽ വചന ഭാഗങ്ങൾ. അവസരം കിട്ടുമ്പോലെ എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതൽ. ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളോടല്ല, നാല് കൂട്ടരോട് നമുക്ക് പോരാട്ടമുണ്ടെന്ന് പൗലോസ് ആത്മനരോട് സംസാരിക്കുകയാണ്. സ്വതന്ത്രം, 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 സ്വതന്ത്രം. ഇതൊരു പ്രവാചകന്റെ ഭാഷയല്ല. അവൻ വിദ്യാസമ്പന്നനായ ഒരു ദൈവദാസനാണ് പൗലോസ്. പൗലോസ് ആത്മാവിന്റെ ആഴമേറിയ വെളിപ്പാടുകൾ അറിഞ്ഞ ദൈവദാസനാണ്. 3-ാം പരദേശയോളം എടുക്കപ്പെട്ട അനുഗ്രഹീതനായ കർത്തദാസനാണ്. ദൈവത്തിന്റെ സ്വന്തം, ദൈവത്തിന്റെ സ്വന്തം, ദൈവത്തിന്റെ സ്വന്തം, ദൈവത്തിന്റെ സ്വന്തം. അമ്മേ മഹാപാണ്ഡിത്യം മാത്രമായിരുന്നില്ല, ആഴമേറിയ ദൈവകൃപയുടെ ആഴമേറിയ വെളിപ്പാടുകളിൽ നിന്നുകൊണ്ട് അമ്മേ പൗലോസ് കർത്താവിനെ ഉയർത്തുമ്പോൾ അമ്മേ 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 തന്റെ ഏകാഗ്രതയ്ക്ക്, തന്റെ ഹൃദയ നിർമ്മലതയ്ക്ക് അമ്മേ ദൈവ പ്രവൃത്തികളോട് വ്യാപരിച്ച് പോരാടിയതായ അമ്മേ ചില മേഖലകൾ പൗലോസ് ആത്മാവിൽ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന്റെ സ്വന്തം, ദൈവത്തിന്റെ സ്വന്തം. എന്ന മകൾക്കാല് അമ്മേ സാക്ഷാ ദൈവശബ്ദം കേട്ടിറങ്ങിയ ദൈവ പൈതലേ, ദൈവത്തിന്റെ കൃപ അനുഭവിച്ച് മരുഭൂമിയിൽ നിൽക്കുന്ന ദൈവ പൈതലേ, അമ്മേ അമ്മേ നീ ചിലതിനോട് പോരാടി ജയിപ്പാൻ എന്ന പകൽക്കാലം ദൈവത്തിന്റെ കരങ്ങളിൽ എത്തിച്ചു കൊടുക്കണം. Praise the Lord, praise the Lord, praise the Lord. നമുക്ക് പോരാട്ടമുണ്ട്. ദൈവത്തിന്റെ സ്വന്തം, ദൈവത്തിന്റെ സ്വന്തം. അമ്മേ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവത്തിന്റെ കൃപകളാൽ നിറച്ചു. പോരാട്ടമില്ലെന്നും പറയില്ലേ? ദൈവത്തിന്റെ സ്വന്തം. നീ ഒരു ദൈവ പൈതലല്ല. സ്വതന്ത്രം, 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 സ്വതന്ത്രം. അമ്മേ ദൈവത്തിന്റെ കരങ്ങളിൽ ശ്രേഷ്ഠകരമായി നിയമിച്ച പൗലോസിന് പറയുവാനുള്ളത്, നമുക്ക് പോരാട്ടമുണ്ട്. നീ കാണുന്ന വിഷയങ്ങളല്ല, നീ ചിന്തിക്കുന്നത് പോലല്ല വിഷയങ്ങളുടെ പോക്ക്. അവേ നിനക്കൊരാത്മീയ പോരാട്ടമുണ്ട്. അവേ ഇന്ന് പകലിൽ ഒരാത്മീയ പോരാട്ടത്തിന് ദൈവജനം ഉണരണം. പ്രവാചകൻ വിളിച്ചു പറയുന്ന ഒരു ദൂതുണ്ട്. 12-ാം അധ്യായത്തിന്റെ 3 മുതൽ വചനഭാഗങ്ങളിൽ അമ്മേ 3-ാമത്തെ വചന അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അമ്മേ അവൻ ദൂതനോട് പൊരുതിയച്ചു, അവൻ കരഞ്ഞ് അപേക്ഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭവനത്തിനകത്ത് സദൃശനായി കൂടാരവാസിയായി കഴിഞ്ഞു. അമ്മേ കാണുമ്പോൾ അർത്ഥമൊന്നുമില്ല എന്ന് അമ്മേ പലപ്പോഴും തോന്നിയെങ്കിലും ദൈവത്തിന്റെ വാസ്തവം അവന്റെ മേൽ വരുത്തുവാൻ ദൈവത്തിന് ഇഷ്ടമായി. വാത്സല്യമേക്കാവരിക്കൽ അമ്മേ എന്റെ ഉദരത്തിലെ സംഘടനകൾ മനസ്സിലാക്കി എന്താണെന്ന് അറിയത്തില്ല ദൈവത്തോട് അള്ളപ്പാടി ചോദിക്കുവാൻ പോയി. അപ്പോൾ ദൈവം അവളോട് ഞാൻ പറഞ്ഞു, നിന്റെ ഉദരത്തിൽ 2 ജാതികളുണ്ട്. അമ്മേ 2 വംശങ്ങളാണ്. അമ്മേ
മൂത്തവൻ ഇളയവനെ ശ്രമിക്കുമെന്നുള്ള ദൈവശബ്ദം അവൾക്ക് ദൈവം പറഞ്ഞു കൊടുത്തു. സ്വതന്ത്രം. ഹല്ലേലൂയ. ആയിരക്കണക്കിന് വർഷങ്ങളുടെ മുൻപിലുള്ള ഒരു സ്കാനിംഗ് റിപ്പോർട്ടാണ് ഇന്നത്തെ കൂട്ട്. അറ്റമടയാളവും പറയുന്ന ഒരു സ്കാനിംഗ് റിപ്പോർട്ടല്ലത്. അമ്മേനാണോ പെണ്ണാണോ എന്ന് മാത്രമല്ല പറഞ്ഞത്. അമ്മേൻ ഇവരുടെ ഭാവിയെ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. സ്വതന്ത്രം 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 സ്വതന്ത്രം. ഇവരാരായി തീരും എന്നുവരെ ദൈവത്തിന്റെ ആത്മാവ് അറിയിച്ചു ചെയ്തു. സ്വതന്ത്രം 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 സ്വതന്ത്രം. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ശബ്ദം ദൈവം നമ്മെ കേൾപ്പിക്കുന്ന ദൈവമാണ് കേട്ടോ. ദൈവത്തിന്റെ സ്വതന്ത്രം. ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കും സഹോദര. ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കും സഹോദരി. മാതാവേ പിതാവേ, ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നെ ആശ്വസിപ്പിക്കും. ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നോട് വേണ്ടുന്ന ചില ആലോചനകൾ പറയാതിരിക്കുകയില്ല. കർത്താവിനെ ഉയർത്തുകയാ. ദൈവത്തിന്റെ സ്വതന്ത്രം. ദൈവത്തിന്റെ സ്വതന്ത്രം. അവൻ ജ്യേഷ്ഠാവകാശം വാങ്ങിച്ചു. അനുഗ്രഹം വാങ്ങിച്ചു. ായി ലേക്ക് പോകുന്ന ഒരു ചിത്രം അവന് 10-28 സഹോദരം അമ്മേ ലൂസദേഹാതകളെ മാറ്റി അമ്മേ സ്വർഗത്തോളം എത്തി നിൽക്കുന്ന ഒരു ഗോവണികൾ ദൈവത്തിന്റെ ദൂതന്മാരിൽ കൂടെ കൈകളിൽ കാഴ്ച വളരെ വ്യക്തമായി കണ്ടവൻ. അമ്മേ ദൈവത്തിന്റെ സംസ്ഥാനം തന്നോട് കൂടെയുണ്ട്. ഒരിക്കൽ അബ്രഹാമിന്റെ ദൈവമായിരുന്നവൻ, പിന്നീട് ഇസ്ഹാക്കിന്റെ ദൈവമായവൻ ഇപ്പോൾ എന്റെയും ദൈവമായി ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി അനുഭവിച്ചവൻ. ദാവാന്റെ ഭവനത്തിലെ എത്രയോ അമ്മേ വേദനാജനകമായ സാഹചര്യങ്ങളിൽ കൂടെ യാത്ര ചെയ്തു. ദീർഘമായ മത്സരങ്ങൾ, പ്രതിഫലങ്ങൾ പലപ്പോഴും നഷ്ടപ്പെട്ടു. അമ്മയെങ്കിലും യാക്കോബിനെ മാനിച്ച് ദൈവം കൊണ്ടുവരുന്ന ഒരു ചിത്രം. സ്വതന്ത്രം 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 സ്വതന്ത്രം. എന്തെല്ലാം എന്തെല്ലാം കയ്യിൽ നിന്ന് പോയാലും കൈവിട്ടാലും നിന്നോടുകൂടെ ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ തിരിയോടെ നിനക്ക് ഉത്തരമറുന്ന ഒരു ദൈവ സാന്നിധ്യം നിന്നോടുകൂടെ ഉണ്ടെന്ന് എന്ന് പകർന്നാലും ബോധ്യമുള്ളവർക്കായി ഞാൻ എന്റെ ദൈവത്തിന് സ്വതന്ത്രം ചെയ്യുക. സ്വതന്ത്രം 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 സ്വതന്ത്രം. ഇങ്ങനെ മുൻപോട്ട് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 32 അധ്യായത്തിലുണ്ട് ഒരു ദൂതൻ തനിക്കെതിരെ വെളിപ്പെടുന്നു. സ്വതന്ത്രം. എന്നിട്ട് അതിന് 22 മുതൽ ഭാഗങ്ങളിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമുണ്ട്. യാക്കോബ് തനിക്കുള്ളതിനെ എല്ലാ മക്കളെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശ്രദ്ധിച്ചു. സ്വതന്ത്രം 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 സ്വതന്ത്രം. അനുഗ്രഹത്തിന് പല മാനദണ്ഡങ്ങളുണ്ട്. യോഗ്യതകൾക്ക് പല മാനദണ്ഡങ്ങളുണ്ട്. ദൈവത്തിന്റെ സ്വതന്ത്രം. ദൈവത്തിന്റെ സ്വതന്ത്രം. ആട് മാട്ട് സ്വർണ്ണമോ വെള്ളിയോ ഇതെല്ലാം സമ്പത്തുകളുടെ കുംഭാരമാണെങ്കിലും സമ്പത്തുകളുടെ മാനദണ്ഡങ്ങളിൽ പെടുന്നതാണെങ്കിലും ദൈവത്തിന് സ്വതന്ത്രം. ദൈവത്തിന് സ്വതന്ത്രം. യാക്കോബ് മല്ല് പിടിച്ച് ജയിച്ച ഒരു മേഖല ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്വതന്ത്രം. ദൈവത്തിന് സ്വതന്ത്രം. യാക്കോബ് തനിയെ ശ്രദ്ധിച്ചു. അവൻ ദൈവത്തോട് മല്ലുപിടിച്ചു. പോരാടി ജയിക്കുവാൻ ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ഒരിക്കൽ യോശുവ എന്ന് പറയുന്ന ഭക്തൻ യെരിഹോവിന് സമീപത്തിരിക്കുമ്പോൾ യോശുവയുടെ പുസ്തകത്തിലുള്ള 13 മുതൽ വചനഭാഗങ്ങളിൽ അവൻ തല ഉയർത്തി നോക്കി ഒരുവൻ തനിക്കെതിരെ വരുന്നത് കണ്ടു. കയ്യിൽ വാളുണ്ട്. യോശുവ ചോദിച്ചു, നീ ഞങ്ങളുടെ പക്ഷക്കാരനാണോ ശത്രുപക്ഷക്കാരനാണോ? അതിന് ദൂതൻ പറഞ്ഞത്, ഞാൻ സൈന്യങ്ങളുടെ അധിപതിയോ ഇറങ്ങി വന്നിരിക്കുകയാണ്. സ്വതന്ത്രം 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 സ്വതന്ത്രം. ഇസ്രായേൽ മക്കൾ നിമിത്തം യെരിഹോ അടച്ച് ബന്ധവസാക്കി വച്ചിരിക്കുക, അകത്ത് കടത്തുകയില്ല എന്ന് വാദിച്ചു നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞു പെട്ടകമെടുക്കട്ടെ. അതെ, ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം പുരോഹിതന്മാർ 7 പേരെടുക്കട്ടെ. ആ കോട്ടയ്ക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്യട്ടെ. അങ്ങനെ 6 ദിവസം ഓരോ പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം. 7ാമത്തെ ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റി ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള ആ കാഹളം കൊണ്ട് പുരോഹിതന്മാർ നീട്ടി ഊതുമ്പോൾ ജനമെല്ലാം അത്യുച്ചത്തിൽ അക്കുടണം. അവർ ഈ കോട്ട തകർന്ന് വീഴുമെന്ന് ദൈവം പറഞ്ഞു. സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. ദൈവത്തിന്റെ ആലോചന പ്രാപിച്ചവർ അങ്ങനെ ചെയ്തപ്പോൾ കോട്ട ഇടിയപ്പെടുവാനിടയായി തീർന്നു. സ്വതന്ത്രം 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 സ്വതന്ത്രം. കുന്തം കൊണ്ടല്ല രക്ഷപ്പെട്ടത്, വാളുകൊണ്ടല്ല രക്ഷപ്പെട്ടത്, കൈക്കെഴുത്ത് കാണിച്ചത് കൊണ്ടല്ല അവിടെ വിടുതലുണ്ടായത്. ദൈവത്തിന് സ്വതന്ത്രം. ജനം ചുറ്റും നടന്ന് ദൈവത്തിന്റെ ആലോചന പ്രാപിച്ചുകൊണ്ട് ദൈവം പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ ദൈവത്തെ ഉത്സത്തിലാത്ത് അവിടെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിയപ്പോൾ യെരിഹോ എന്ന് പറയുന്ന കോട്ട
പിടിയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ പകലിൽ ദൈവം തന്റെ ജനത്തിന് വേണ്ടി കോട്ടകളിരിക്കുന്നവനാണ്. ദൈവജനത്തിന്റെ ആമേൻ വിടുതലുകളോട്, ദൈവജനത്തിന്റെ അഭിവൃദ്ധിയോട്, ദൈവജനത്തിന്റെ അനുഗ്രഹങ്ങളോട് പോരാടുന്നതായ മേഖലകളെ കണ്ട് ജനത്തെ ഉണർത്തി മുൻപോട്ട് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളോടല്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളോടല്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവി. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവി. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന്റെ വിടുതലുകൾക്കായി ഇന്ന് പകൽക്കാലം നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച ഉണരുവാൻ കഴിയട്ടെ. കർത്താവേ, നിന്റെ കൃപകൾക്ക് ഇന്ന് പകൽക്കാലം എന്നെ ഏൽപ്പിക്കുകയാണ്. ഒരിക്കൽ ദാനിയേൽ പറയുന്ന വിശുദ്ധനായ ദൈവഭക്തനായ ആ ദൈവദാസൻ ആമേൻ ചില വിഷയങ്ങൾ ആമേൻ തനിക്ക് മുൻപിൽ ആമേൻ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ആ വിഷയങ്ങളെ കുറിച്ച് ആമേൻ ആത്മാവ് തനിക്ക് ആമേൻ ബോധം കൊടുക്കുവാനിടയായി. ഇത് ഗൗരവമുള്ള വിഷയമാണ്. 10-ാം അധ്യായത്തിലുണ്ട്. കഷ്ടമുള്ള വിഷയമാണ്. താൻ ശ്രദ്ധ വയ്ക്കുകയാണ്. ആമേൻ ചില വിഷയങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ചോദ്രം 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 ദൈവമൈതലേ, നിന്റെ ആത്മീയ കാഴ്ചപ്പാടിനെതിരെ, നിന്റെ ഏകാഗ്രതയോട്, അമ്മേ ദൈവസന്നിധിയോടുള്ള നിന്റെ ആത്മാർത്ഥതയോട്, നിന്റെ നിഷ്കളങ്കമായ ദൈവസന്നിധിയോടുള്ള കാഴ്ചപ്പാടുകളോട് വാദിച്ചു നിൽക്കുന്ന വെല്ലുവിളികൾ. ചോദ്രം 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 ദാനിയേലിന് ബോധ്യപ്പെട്ടപ്പോൾ അവൻ ചിലർ അറിയുവാൻ മനസ്സ് വയ്ക്കുകയാണ്. ചോദ്രം 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 ആത്മാവിലാകുവാൻ കഴിയുമോ ദൈവമൈതലേ? ചോദ്രം 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 പ്രാർത്ഥനയിൽ ഉണരുവാൻ നിനക്ക് കഴിയുമോ? ചോദ്രം വചനധ്യാനത്തിൽ ഉണരുവാൻ നിനക്ക് കഴിയുമോ? അവൻ ആത്മാവിൽ അവൻ ദൈവത്തിന് പാടുവാൻ നിനക്കൊന്ന് ഉണരുവാൻ കഴിയുമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ ആമേൻ. മൂന്നാഴ്ചവട്ട് ആമേൻ ആ ദൈവഭക്തൻ സ്വാദുഭോജനം ഉപേക്ഷിച്ച് ഓർത്തിരിക്കുമ്പോൾ 24ാമത് ദിവസമാണ് അവൻ ദൈവസന്നിധിയിൽ ദൂതൻ ഇറങ്ങി വരുന്നത്. ദൂതൻ എന്ന് പറയുമ്പോഴാണ് ദാനിയേലിന് മനസ്സിലായത് ആമേൻ ദൈവസന്നിധിയിൽ താഴ്ത്തിയേൽപ്പിച്ച ആദ്യ ദിവസം തന്നെ മറുപടി വെളിപ്പെട്ടതായിരുന്നു. പക്ഷേ മറുപടി എനിക്ക് അടുക്കൽ വരുവാൻ താമസിച്ചു. പ്രഭു അത് തടഞ്ഞു വയ്ക്കുവാനിടയായിരുന്നു. ദൈവത്തിന് സ്വന്തം ദൈവത്തിന് സ്വന്തം. അതുകൊണ്ട് നീ ക്ഷീണിക്കല്ലേ ദൈവമേ. നിന്റെ ഉള്ളിൽ മടുപ്പ് വരുവാനുള്ള സാധ്യതയുണ്ട്. നീ മടുക്കല്ലേ. അതെ നീ ഏകാഗ്രതയോടെ നിർമ്മലതയോടെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കണമെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തോട് സംസാരിക്കുകയാണ്. സ്വന്തം 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 സ്വന്തം. അമ്മേ അമ്മേ പിതാവായിരിക്കുന്ന ദൈവത്തിനെതിരെ ഈ ലോകം ഒരു പ്രബല ശത്രുവായി നിൽക്കുന്നു. അതുകൊണ്ട് ലോകത്തോടെ സ്നേഹിക്കരുത്, ലോകമകത്ത് വരരുത്. ദൈവപുത്രനായ യേശുക്രിസ്തുവിനെതിരെ പിശാച് നിൽക്കുന്നു. അവരുടെ തന്ത്രങ്ങളെ ജയിപ്പാൻ അവൻ ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ടു. അവൻ അവൻ വഴി വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ശ്രമിച്ചു. മാത്രമല്ല അവൻ അതിന്റെ ലേഖനത്തിലുണ്ട് 5-ാമത്തെ 16 വചനങ്ങൾ പഠിക്കുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പി, എന്നാൽ നിങ്ങൾ ജഡത്തിന് മോഹം നിവർത്തിയില്ല. ദൈവത്തിന്റെ സഹോദരൻ കാരണം ഞാൻ ചോദിച്ചാൽ ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിന് വിരോധമാണ്. അതുകൊണ്ട് അകത്ത മനുഷ്യനൊന്ന് ബലപ്പെടട്ടെ. ജഡം ഒരു പ്രബല ശത്രുവായി നിൽക്കുമ്പോൾ നിന്റെ അകത്തെ ആത്മീയ മനുഷ്യനൊന്ന് ഉണരട്ടെ. നിന്റെ അകത്ത മനുഷ്യനൊരു ആരോഗ്യം ഉണ്ടാകട്ടെ. നിന്റെ ആത്മീയ മനുഷ്യനൊന്ന് ബലമേറ്റെടുക്കുവാൻ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കട്ടെ. കണ്ണുകൾ അടയ്ക്കുമോ? കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിനെ സ്തുതിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് പകൽ ജയം തരുന്ന ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ വിടുതലുകൾക്ക് ഇന്ന് പകൽക്കാലം ദൈവജനം ഉണരട്ടെ. ദൈവസഭ ഉണരട്ടെ. ആധാള ഗോപനങ്ങളെ ജയിച്ചടക്കുവാൻ ആമേൻ 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 ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവജനം ദൈവത്തെ ഏറ്റെടുക്കുമോ? ഒടുവിൽ നീ ദൈവസഭയിൽ വരുമോ? കർത്താവ് അവതരണത്തിൽ ശക്തിപ്പെടുവാൻ ഇന്ന് പകൽക്കാലം നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുമോ? അവൻ ദൈവത്തിന്റെ സർവ്വായി അവർക്ക് ധരിയായി അവൻ ദിവസങ്ങളിൽ അവൻ പിശാചിനെ നോക്കുമ്പോൾ അവൻ ജീവിതത്തിനകത്ത് കയറുവാൻ കഴിയാതെ ലഭിക്കത്തക്ക നിലകളിൽ അവൻ വിശുദ്ധനായി, അവൻ വിശുദ്ധ മതിയായി, ദൈവകൃപ ഉള്ളവനായി ഇന്ന് പകൽക്കാലം മുന്നേറുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൽപ്പിച്ചു കൊടുക്കുമോ? ദൈവത്തിന്റെ സ്വന്തം ദൈവത്തിന്റെ സ്വന്തം അവന്റെ ഉപവാസത്തോടെ അവൻ അവൻ നിരക്കങ്ങളോടെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പാതകളിൽ ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ ദൈവത്തിന്റെ മേൽ പകർന്നു തരുവാൻ വിശ്വാസനാണ്. ആത്മാവിന്റെ വിടുതലുകൾ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ദൈവത്തിന്റെ കൃപയുടെ സാന്നിധ്യം രുചിക്കുവാൻ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കട്ടെ. അവൻ ചില വിഷയങ്ങളെ ദൈവാത്മാവ് തൊടട്ടെ. ദൈവത്തിന്റെ സ്വന്തം ദൈവത്തിന്റെ സ്വന്തം അവൻ ചില വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ കൃപയിറങ്ങട്ടെ.
കടമേറിയ കഷ്ടപ്പാടുകളോട് മുൻപോട്ട് പോകേണ്ടത് മേഖല കാണുന്നുണ്ട്. അവയെ പ്രാർത്ഥനയും ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ ആത്മനിറവോടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഒരു മണ്ഡലമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് കാണുന്നു. പ്രാപിച്ച കഷ്ടപ്പാടുകളോട് വാദിച്ചു നിൽക്കുന്നതായ തന്ത്രപരമായ സമീപനങ്ങളെ ആത്മാവിൽ കണ്ട് നാമത്തിനെ ജയിച്ചു മുൻപോട്ട് പോകേണ്ടത് വിളിച്ചതയോ വിശ്വസിച്ച് ജീവിതോത്തരവാദങ്ങളിൽ തെളിയിച്ചിട്ട മേഖലകളുണ്ട്. അത്ഭുതങ്ങൾ നടക്കുപോയി എന്നൊരു കാലത്ത് വാദിച്ച് ചോദിച്ച തർക്കിച്ച വിഷയങ്ങൾ ദൈവത്തിന്റെ കൃപയിറക്കി ദൈവം തന്നെ ദൂതനെ അയച്ച് ആമേ പല വിഷയങ്ങളെ നടുവിൽ വിടുതലകൾ അയച്ച് മാനിച്ച ഘട്ടങ്ങളുണ്ട്. മരുഭൂമിയിൽ വാഹനമേറി തന്റെ ജനത്തെ മാനിച്ച വിടുതലുകൾ എത്ര ശ്രേഷ്ഠമെന്ന് പരിശുദ്ധാത്മാവ് ദൂതൻ പറയും. കാലങ്ങളിൽ അത് ശ്രദ്ധയോടെ ചില വിഷയങ്ങളെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവാലോചന പ്രാപിച്ച് മുൻപോട്ട് പോയിക്കൊള്ളണം. ദൈവം തന്റെ ജനത്തെ സഹായിപ്പാൻ കൂടെ ഇരിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ദൈവത്തിന്റെ കൃപയുടെ അവനായിരിക്കുന്ന ദൈവ പ്രവർത്തികൾക്ക് അവനിന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്ത ദൈവം തന്റെ ജനത്തെ സഹായിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ്. അവരിന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ കൃപകൾക്കും പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ അനുഭവങ്ങൾക്കും ദൈവജനം ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തിന്റെ സ്വന്തം ദൈവത്തിന്റെ സർവായുധവർഗം സർവ ആയുധങ്ങളും അടങ്ങിയ പടക്കപ്പാടത് പിശാചിന് നിന്റെ അടുക്കൽ ജയിക്കടക്കാത്ത ഒരു മേഖലയിലേക്ക് എന്ന് പകൽക്കാലം നീ വരണം. ദൈവ മൈഖലേ ദൈവത്തിന്റെ സ്വന്തം സർവായുധവർഗത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടതുണ്ട്, ധരിച്ചുകൊണ്ട് നിൽക്കേണ്ടതുണ്ട്. ഇന്ന് പകലിൽ ദൈവത്തിന്റെ സ്വന്തം ദൈവത്തിന്റെ കൃപയിൽ മറഞ്ഞിരിക്കുന്ന ദൈവജന് ആത്മാവിലാകട്ടെ. ദൈവത്തിന്റെ കൃപയിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവർ ആത്മാവിന്റെ ശക്തിയിൽ ദൈവത്തെ ഉയർത്തട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് പരിചയത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, വചനത്തിന്റെ ശക്തി ജനത്തിന് വരുത്തണമേ. വചനത്തിന്റെ വിടുതലുകൾക്ക് പ്രാർത്ഥിക്കും, വചനത്തിന്റെ അത്ഭുതങ്ങൾക്ക് പ്രാർത്ഥിക്കും. വചനത്തിന്റെ ചില വിടുതലുകൾക്ക് പകൽക്കാലം ദൈവസഭയിൽ വെളിപ്പെടുത്തണമേ. ഒടിവന്ന ജനത്തിന് വെളിപ്പെടുത്തണമേ. അത് തമ്പുകളെ ചവിട്ടുന്നതാണ്, തെളികളെ ചവിട്ടുന്നതാണ്, ശത്രുവിന്റെ സകലവിധ ബലത്തെ പെടുത്തുന്നതാണ്. വചനത്തിന്റെ ശക്തി കൊണ്ട് ചില സൗഖ്യങ്ങളെ കൽപ്പിക്കണമേ. കുടിവന്ന ജനത്തിന്റെ മേൽ ചില വിടുതലുകൾ അയക്കണമേ. ഒരു പുതിയ ബലമിന്റെ ഫലക്കാലം പകരണമേ. ചിലതിനെ പീഡിച്ചടക്കുവാൻ, ചിലതിനെ ചവിട്ടി ഭരിക്കുവാൻ, ചില മുന്നേറ്റങ്ങൾ നടത്തുവാൻ ഇന്ന് പകൽക്കാലം ജനത്തെ അവിടുത്തെ ദാസന്മാരായിരിക്കുന്ന ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. മഹത്വബലം അവിടെ എടുക്കണമേ. കൃഷിക്കാരുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കാനാകണം. ശ്രദ്ധ